ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി തോരൻ കറി ഞാൻ ഇതാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഇതെന്ത് വെച്ചിട്ടാണ് തോരൻ കറി റെഡിയാക്കിയെന്ന് കാണണ്ടേ. അപ്പോൾ ദാ ഇത് നല്ല കപ്പളങ്ങയാണ് കേട്ടോ. കപ്പളങ്ങ, പപ്പായ എന്നൊക്കെ പറയും. അപ്പോൾ ദാ കപ്പളങ്ങയുടെ ഞാൻ ദാ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കപ്പളങ്ങയ്ക്ക് പല നാട്ടിലും പല പേരൊക്കെ അറിയപ്പെടും. ഞങ്ങൾ കപ്പളങ്ങ എന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ കപ്പളത്തിന് എന്താണ് പേര് പറയുന്നതെന്നൊന്ന് പറയണേ. അപ്പോൾ ഞാൻ ദാ ആ കപ്പളങ്ങ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പകുതി മതി കേട്ടോ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കപ്പളങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ തൊലിയൊക്കെ കളഞ്ഞ് ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി ഇതാ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതാ അരിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കയ്യിൽ കയ്യോറൊക്കെ ഇട്ടിട്ട് ഇതാ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തിയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ അരിയുന്ന ഗ്രേറ്ററിൽ വെച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിലും നല്ലൊരു ടേസ്റ്റ് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് കുത്തി അരിഞ്ഞ് തോരൻ വെക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് കുത്തി അരിയുമ്പോഴത്തേക്കിന് നമ്മുടെ കപ്പളങ്ങയൊക്കെ തോരൻ വെക്കുമ്പോൾ അധികം അങ്ങ് കുഴഞ്ഞു പോകത്തില്ല. നമ്മൾ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ വെള്ളമയമൊക്കെ ആയിട്ട് അതൊന്ന് കുഴഞ്ഞിരിക്കും കേട്ടോ. ഇങ്ങനെ കൈകൊണ്ട് കൊത്തി അരിഞ്ഞ് തോരൻ വെക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് നമ്മുടെ കറിക്കുണ്ടാവുന്നത്. അപ്പോൾ ഇതാ കപ്പളങ്ങയും നമുക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ട് വരാവേ. അങ്ങനെ ഇതാ കപ്പളങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ ചെറുതായി തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ കപ്പളങ്ങയൊക്കെ തോരൻ വെക്കുന്നത്? അപ്പോൾ ഇങ്ങനെ പൊടിയായി അരിഞ്ഞ് തോരൻ വെക്കാത്തവരൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഇതാ നമുക്ക് തോരൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ എരിവിനനുസരിച്ച് പച്ചമുളക്, ചെറിയ ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ തേങ്ങയൊക്കെ ഒതുക്കിയതിന് ശേഷം നമ്മളിതാ അടുപ്പയിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതാ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞ് ഇതാ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ചോറ് വയ്ക്കുന്ന നമ്മുടെ അരിയില്ലേ, അരിയും കൂടി ഇട്ട് കൊടുത്ത് അരി ഒന്ന് കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ അരി ഇട്ട് മൂപ്പിക്കുവാണെങ്കിൽ നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അരിക്ക് പകരം നമുക്ക് ഉഴുന്ന് വേണമെങ്കിൽ ചേർത്ത് ഇതുപോലെ മൂപ്പിച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാനിപ്പം എടുത്തിരിക്കുന്നത് അരിയാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം ഒരു പച്ചമുളക് ഇതാ 2-3 പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളിതാ പതുക്കി ഒന്ന് ഇളക്കിയെടുക്കുവാണ്. ഇളക്കിയതിന് ശേഷം നമ്മൾ തേങ്ങ ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ഈ രീതിയിലാണോ കപ്പളങ്ങയൊക്കെ തോരൻ വെക്കുന്നത്? ഈ രീതിയിൽ തോരൻ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തോരൻ വെച്ചോളണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും കപ്പളങ്ങയൊക്കെ കഴിക്കാനൊക്കെ ആർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് തോരൻ വെക്കുവാണെങ്കിൽ നമ്മുടെ ക്യാബേജ് തോരൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ ആ ഒരു ടേസ്റ്റൊക്കെ വരും കേട്ടോ. ആ ഒരു ടേസ്റ്റ് അല്ല, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പളങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കപ്പളങ്ങയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി നമ്മൾ അടച്ചു വെച്ച് ആവിയിലിരുന്ന് അതൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അടച്ചു വെച്ച് ആ ആവി വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കറി വെന്ത് കിട്ടുന്നത്. അങ്ങനെ ഇതാ കറിയെല്ലാം നന്നായിട്ട് ഇളക്കിയെടുക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും, വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഓരോ ലൈക്ക് വെച്ച് തരണേ. അപ്പോൾ എല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാവേ. അടച്ചു വെച്ച് ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് തുറന്ന് നോക്കി വീണ്ടും ഒന്ന് ഇളക്കി
അങ്ങ് കൊടുക്കണം കേട്ടോ. ചിലപ്പം വെള്ളം ഒന്നും ഒഴിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കറി അടിക്ക് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തുറന്ന് നോക്കി വീണ്ടും ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടി കേട്ടോ. വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ കപ്പളങ്ങ തോരൻ. ഇതുപോലെ ചെറുതായി അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കപ്പളങ്ങ തോരൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ ബൈ ബൈ.